Assalamualaikum warahmatullahi taala wabarakatuh. Alhamdulillah rabbil alamin. Assalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. Bismillahirrahmanirrahim. Anni la uliu amala amila minkum min dhakara aw unsa ba'lukum min ba'd. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, പുരുഷന്റെ ഇണയായ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിക്കപ്പെട്ട സ്ത്രീ ഇസ്ലാമിൽ എങ്ങനെ ജീവിക്കുന്നു എന്നതിന്റെ മഹത്വത്തെ കുറിച്ച് അല്പം ചിലത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ഇതിനെനിക്ക് അവസരം നൽകിയ പ്രപഞ്ചനാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. മനുഷ്യകുലത്തിന്റെ ഉത്ഭവത്തോടെ തന്നെ സ്ത്രീയെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇണയായി വളരുക എന്ന വ്യവസ്ഥ മനുഷ്യരിൽ മാത്രമല്ല മറ്റു ജീവജാലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു തആല രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അഥവാ ഗ്രന്ഥകാരത്തിന്റെ ഇരുളടഞ്ഞ 6-ാം നൂറ്റാണ്ട്, ചരിത്രകാരന്മാർ ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിച്ച കാലഘട്ടത്തെ പ്രസവിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലാന്തരീക്ഷം, ബലാത്സംഗങ്ങൾക്കും പീഡനങ്ങൾക്കും അരങ്ങുവായുന്ന സാഹചര്യം, പെണ്ണിനും കള്ളിനും യുദ്ധത്തിനും വേണ്ടി മാത്രം ഉത്കൃഷ്ടമായ ജനസമൂഹം. പ്രിയമുള്ള ഈ ഒരു കാലഘട്ടത്തിലാണല്ലോ വിശുദ്ധ ഇസ്ലാമിന്റെ ദിവ്യ വെളിച്ചവുമായി അന്ത്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യൻ മൻതരികളിൽ തുടർ പരമ്പരകൾക്ക് നാന്ദി കുറിക്കുന്നത്. ഇവിടെ നിന്നാണ് ഇസ്ലാമിക തത്വ സംഹായികൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്താലുള്ള അവകാശങ്ങൾ തുറന്നു കൊടുക്കുന്ന വിഭവങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കുകയുണ്ടായത്. ബാലിക എന്ന നിലയിൽ സ്ത്രീ ഇസ്ലാം സംരക്ഷിക്കുകയും പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നവസമൂഹത്തിൽ തന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന കാരണത്താൽ തന്റെ മാതാപിതാക്കളെ കാണുന്ന തെരുവോരങ്ങളിലേക്കും വൃദ്ധസദനങ്ങളിലേക്കും കൊണ്ടുപോയി തള്ളി ആത്മസായുജമണിയുന്ന പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ ഉമ്മയായ സ്ത്രീ ഇസ്ലാം എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നതിന്റെ സൂചകമാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മാത്ത്. ഉമ്മയുടെ കാലടിപ്പാതിന് കീഴിലാണ് സ്വർഗം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ഭാര്യ ഭർത്തൃ ജീവിതത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് അനുകൂലമായ സമീപനമാണ് ഇസ്ലാം നൽകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് വേണ്ട എല്ലാ അവകാശങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെ ഇസ്ലാം അവർക്ക് വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. സ്ത്രീധനം ഇസ്ലാം കൽപ്പിച്ചതോ നിരോധിച്ചതോ അല്ല, എന്നാൽ പുരുഷധനം അഥവാ മഹർ സ്ത്രീക്ക് കൽപ്പിക്കപ്പെട്ടതാണ്. ഒരു ഇരുമ്പ് മോതിരമെങ്കിലും മഹറായി നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയോട് അരുളിയിട്ടുണ്ട്. നിക്കാഹിന്റെ ഇടപാടുകൾ നടത്തുമ്പോൾ മഹർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് അവൾക്ക് നഷ്ടപ്പെടുന്നതല്ല. നിക്കാഹിന്റെ മിസ്ലി എന്നുള്ളത് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം തന്റെ ഭർത്താവ് തന്നെ ആദ്യമായി സമീപിക്കുമ്പോൾ അവൾക്ക് വിവാഹമൂല്യം ആവശ്യപ്പെടാം. വലിയുമായി ഇടപാട് നടത്തിയപ്പോൾ എന്റെ കയ്യിൽ വിവാഹമൂല്യം തന്നിട്ടല്ലാതെ എന്നെ തൊട്ടുപോകരുതെന്ന് പറയാനുള്ള അവകാശം സ്ത്രീകൾക്കുണ്ട്. പിന്നീട് ഭർത്താവിന് അവളുടെ കയ്യിൽ വിവാഹമൂല്യം ഏൽപ്പിക്കാതെ അവളെ സ്പർശിക്കാൻ പോലും പാടില്ല. പ്രിയമുള്ളവരെ, ബുദ്ധിപരമായും മതപരമായും അഥവാ ആരാധന മേഖലയിലും വൈജ്ഞാനിക മേഖലയിലും നാം ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ സ്ത്രീ പുരുഷന്റെ പിറകിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും പറയുന്നുണ്ടല്ലോ, അന്നിസാഉ നാകിസാതു അഖലും വദീൻ. സ്ത്രീകൾ ബുദ്ധിയും ദീനും കുറഞ്ഞവരാണെന്ന്. എന്നാൽ ഈ സാഹചര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പുരുഷനേക്കാൾ മികച്ച സ്വാതന്ത്ര്യം, പരിഗണന, ബഹുമാനം, സ്നേഹം, ആദരവ് എന്നിവയെല്ലാം നമ്മുടെ ഇസ്ലാം നൽകുന്നത്. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജൂതന്മാർ ആർത്തവകാരികളെ വീട്ടിൽ നിന്ന് അകറ്റി. അവർ പാകം ചെയ്തിരുന്ന ഫുഡ് കഴിച്ചിരുന്നില്ല, അവർ കൈകിരുന്ന വസ്ത്രം ധരിച്ചിരുന്നില്ല, അവർ അവരെ കിടപ്പുമുറികളിൽ നിന്ന് വരെ അകറ്റി. എന്നാൽ മക്ക മുശ്രിക്കുകളാകട്ടെ ജൂതന്മാരുടെ അതേ പാത പിൻപറ്റുകയായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനികളോ ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി ആർത്തവകാരികളെ ഉപയോഗപ്പെടുത്തി. എന്നാൽ ഇസ്ലാം അവിടെയും മധ്യനിലയാണ് സ്വീകരിക്കുകയുണ്ടായത്. ഖുർആൻ നമ്മോട് വിളിച്ചു പറയുന്നുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വയസ്അലൂനക അനിൽ മഹീലി ഖുൽ ഹുവ അദാ ഫഅതസിലു നിസാഅൽ മഹീലി വലാ തഖറബൂഹുന്ന ഹത്താ തതുഹുർന ഫഇദാ തതുഹുർന ഫഅതുഹുന്ന മിൻ ഐസു അംറകുമുല്ലാഹ്. പുറത്താക്കപ്പെട്ട അയൽക്കാരിക്ക് തന്റെ ഭർത്താവിന്റെ കൂടെ മെത്തയിൽ കയറി കിടക്കാൻ അവസരമൊരുക്കിയതും ഇസ്ലാമാണ്. എന്നാൽ ലൈംഗിക വീഴ്ച മാറ്റിവെക്കണമെന്ന് രണ്ടാളോടുമുള്ള നിർദ്ദേശമാണ്. എന്നിട്ടും സ്ത്രീകൾക്ക് ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നവകാലഘട്ടത്തിൽ പുലമ്പുന്ന ഫെമിനിസ്റ്റ്വാദികളൊന്നും ഓർക്കേണ്ടതുണ്ട്. അനന്തരാവകാശം പോലത്തെ അവകാശങ്ങൾ ഇല്ലാത്ത സമയത്ത് അവർക്ക് വേണ്ട സമാധാനത്തിന് പുൽനാമുകൾ പണിച്ചതും നമ്മുടെ ഇസ്ലാം തന്നെയാണല്ലോ. വലിരിജാലി നസീബും മിമ്മാ തറക വാലിദാനി വലഖറബൂൻ വലിനിസാഇ നസീബും മിമ്മാ തറക വാലിദാനി വലഖറബൂൻ. മാതാപിതാക്കളും അടുത്ത മിത്രാദികളും ഉപേക്ഷിച്ചു പോകുന്ന ധനത്തിൽ നിന്ന് സ്ത്രീകൾക്ക് ഒരു വിഹിതമുണ്ടെന്ന് ഖുർആൻ നമ്മോട് വിളിച്ചു പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കൊരു ഉപദേശം തരുന്നു. ഒരു പുരുഷന് 2 സ്ത്രീയുടെ വിഹിതമുണ്ടെന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിൽ ഒരു പന്തികേടുമില്ല. കാരണം പകുതിയെങ്കിലും നൽകിയ ഇസ്ലാമാണല്ലോ. സ്ത്രീകളുടെ വസ്ത്രം, ഭക്ഷണം, താമസം എന്നീ എല്ലാ അനുബന്ധ കാര്യങ്ങളും അത്യാവശ്യ കാര്യങ്ങളും പുരുഷന്റെ കീഴിലായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പകുതിയെങ്കിലും നൽകിയത് കൂടുതലാണെന്നാണ് മനസ്സിലാക്കാനാകുന്നത്.
ഇതുപോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന മറ്റൊരു പ്രസ്ഥാനം ഏതാണുള്ളത്? അവർക്ക് ഇതുപോലും മനസ്സിലാക്കാൻ സാധിക്കാതെ മതവിശ്വാസത്തിന്റെ നിഗൂഢതകളിൽ ഒളിഞ്ഞിരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വെളിച്ചം നുകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.